ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇംഗ്ലീഷിലെ 3rd യൂണിറ്റ് ടെൻഡർ ഷൂട്ട്സ്. അപ്പം 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് 3 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ചാപ്റ്റർ 1 ദ മൂൺ, ചാപ്റ്റർ 2 റെബേക്ക ദ ചേഞ്ച് മേക്കർ, ചാപ്റ്റർ 3 ദ ഹണി മാംഗോ ട്രീ. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ 1 ദ മൂൺ എന്നുള്ളൊരു പോമാണ്. അപ്പം നമ്മൾ ചാപ്റ്റർ 1ന്റെ ഫുൾ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരെങ്കിൽ തീർച്ചയായും കാണാം. എല്ലാ ചോദ്യത്തിന്റെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ പോം മലയാളത്തിൽ എക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണാത്ത കൂട്ടുകാർ നിങ്ങൾ കാണുക. അതേപോലെ തന്നെ ചാപ്റ്റർ 2 രണ്ടാമത്തെ ചാപ്റ്റർ റെബേക്ക ദ ചേഞ്ച് മേക്കറിന്റെ ആ സ്റ്റോറിയുടെ റീഡിംഗ് വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫുൾ മീനിങ്സും അതേപോലെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ക്ലാസ്സാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ്, നമ്മുടെ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2 രണ്ടാമത്തെ യൂണിറ്റിന്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ചാപ്റ്റർ റെബേക്ക ദ ചേഞ്ച് മേക്കറിന്റെ ആക്ടിവിറ്റീസ്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റി 1. അപ്പൊ നമുക്ക് നമ്മുടെ റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് എത്ര ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്? 10 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആക്ടിവിറ്റി 1 തൊട്ട് 10 വരെയുള്ള 10 ആക്ടിവിറ്റീസ് നമ്മൾ ഒരൊറ്റ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് ഒരു ക്ലാസ്സിലൂടെ 10 ആക്ടിവിറ്റിന്റെ ആൻസേഴ്സും മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആക്ടിവിറ്റി 1, read the story and complete the following sentences. അപ്പോൾ ഈ നമ്മുടെ സ്റ്റോറി നമ്മൾ റീഡ് ചെയ്തു അല്ലേ? എല്ലാ കൂട്ടരും റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്നുള്ള കഥ വായിച്ചില്ലേ? റീഡ് ചെയ്തല്ലോ അല്ലേ? റീഡ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം റീഡ് ചെയ്യുക. റീഡ് ചെയ്തതിന് ശേഷം ആക്ടിവിറ്റി 1 കംപ്ലീറ്റ് ചെയ്യുക. കാരണം ആക്ടിവിറ്റി 1ന് എന്ത് ആവശ്യമുണ്ട്? ചാപ്റ്റർ റീഡ് ചെയ്യണം അല്ലേ? റീഡ് ചെയ്താലേ ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ. റീഡ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. കാരണം നമ്മുടെ ചാപ്റ്ററിലുള്ള സെന്റൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ പകുതിയാണ് കൊടുത്തിരിക്കുന്നത്, ബാക്കി പകുതി ടെക്സ്റ്റ് ബുക്കിലാണ് ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് റീഡ് ചെയ്താലാണ് അതിന്റെ ആൻസർ കിട്ടുള്ളൂ. റെബേക്ക ആസ്ക്ഡ്, 4 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ, റെബേക്ക ആസ്ക്ഡ് ഹെർ ടീച്ചർ. റെബേക്ക എന്താണ് ടീച്ചറോട് ആസ്ക് ചെയ്തത്? Why there had been so little rain that year. രണ്ടാമത്തെ, trees are being cut down and used to make buildings. മൂന്നാമത്തെ, the president asked his countrymen to plant outside their home, to plant trees outside their homes. നാലാമത്തെ ചോദ്യം, we would like to thank Rebecca for helping us learn and make a change. അപ്പോൾ ഈ 4 സെന്റൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്, നമ്മുടെ പാഠത്തിൽ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും റീഡ് ചെയ്യുക പാഠം. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ, കഥ മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ റീഡിംഗ് വീഡിയോ കാണുക. നമ്മുടെ ചാപ്റ്ററിന്റെ റീഡിംഗ് വീഡിയോന്റെ ക്ലാസ്സിൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. Given below are 2 scenes of Rebecca's farm. Look at the picture and prepare a description. അപ്പൊ എന്താ പറയുന്നത്? 2 സീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ബിഫോർ ദ ട്രൗട്ട്, അതായത് വരൾച്ച. ട്രൗട്ട് എന്ന് വെച്ചാൽ വരൾച്ചനെ പറയണതാണ് ട്രൗട്ട് എന്ന് പറയുന്നത്. അപ്പൊ വരൾച്ചയ്ക്ക് മുമ്പ്, ബിഫോർ എന്ന് വെച്ചാൽ മുമ്പുള്ളത് എങ്ങനെയായിരുന്നു? അത് റെബേക്കയുടെ ഫാമിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വരൾച്ചയ്ക്ക് മുമ്പ് എങ്ങനെയായിരുന്നു റെബേക്കയുടെ ഫാം ഉണ്ടായിരുന്നത്, വരൾച്ചയ്ക്ക് ശേഷം എങ്ങനെയാണുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാനുള്ളത് വരൾച്ചയ്ക്ക് ശേഷമുള്ളതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ബിഫോർ ദ ട്രൗട്ട് എങ്ങനെയാണ് ഫാം ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം. This is Rebecca's farm. ഇതാണ് റബേക്കയുടെ ഫാം. There are cattle, sheep, ducks and hens in the farm. ഫാമിൽ എന്തൊക്കെയാണുള്ളത്? കാറ്റ് അല്ലേ, പശുക്കളൊക്കെ ഉണ്ട്. അതുപോലെ ആടുകൾ, ഷീപ്പ്, ചെമ്മരി ആടുകളുണ്ട്. ഡക്സ്, താറാക്കളുണ്ട്. കോഴികളുണ്ട്. ഇതെല്ലാം റബേക്കയുടെ ഫാമിൽ ഉള്ളതാണ്. ലാർജ് ബ്രൗൺ കൗസ് ആർ ഗ്രാസിംഗ് ഇൻ ദ ഫാം. ഗ്രാസിംഗ് എന്ന് വെച്ചാൽ എന്താ? ഗ്രാസിംഗ് എന്ന് വെച്ചാൽ മേഞ്ഞ് നടക്കുക. പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ്. ബ്രൗൺ കൗസ്. There is a huge tree with ripe fruits. പഴുത്ത ഫ്രൂട്ട്സ് ഒക്കെ നിറയെ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള വലിയ മരങ്ങളൊക്കെ ഉണ്ട്. A happy brown squirrel is sitting on one of its branches. അതിൽ ഒരു മരത്തിന്റെ കൊമ്പിൽ ആരിയ്ക്കുന്നുണ്ട്? വളരെ ഹാപ്പി ആയിട്ടൊരു ബ്രൗൺ സ്ക്യൂരൽ ഇരിക്കുന്നുണ്ട്, ഒരു അണ്ണാൻ ഇരിക്കുന്നുണ്ട്. കാണുന്ന ചിത്രത്തില്. And the lovely red flowers add beauty to the farm. അതുപോലെ വളരെ മനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ, റെഡ് കളറിലെ പൂക്കളും ആ ഫാമിന് ഒരുപാട് ഭംഗി നൽകുന്നു എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് അല്ലേ നമ്മുടെ റബേക്കയുടെ ഫാമിൽ. ഇത് എപ്പോഴത്തെയാണ്? ബിഫോർ ദ ട്രൗട്ട്, അതായത് വരൾച്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്താണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്?
ആഫ്റ്റർ ദ ഡ്രൗട്ട് എന്ന് വെച്ചാൽ വരൾച്ചയ്ക്ക് ശേഷം എന്താണ് അവിടെ വെള്ളം കിട്ടാണ്ടായി വരൾച്ച സംഭവിച്ചു. അങ്ങനെ വരൾച്ചയ്ക്ക് ശേഷം അവിടെ എന്താണ് ആ ഫാമിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഈ പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് എഴുതേണ്ടത്. എന്തൊക്കെയായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? വെൻ ദ ഡ്രൗട്ട് കെയിം റെബേക്കാസ് ഫാം വാസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ്ഡ്. കംപ്ലീറ്റ് ആയിട്ട് ആ ഫാം നശിച്ചു പോയി, ഡിസ്ട്രോയ് ആയി. ഓൾ ദി ആനിമൽസ് ഇൻ ദ ഫാം ആർ ഡെഡ് വിത്തൗട്ട് ഗെറ്റിംഗ് വാട്ടർ ആൻഡ് ഫുഡ്. ഭക്ഷണവും വെള്ളം ഒന്നും കിട്ടാതെ അവിടെയുള്ള എല്ലാ ആനിമൽസും ഡെഡായി. all the trees and groves dried up. അപ്പൊ മരങ്ങളും അതുപോലെ വിളകളും, ഗ്രോപ്സ് വെച്ചാൽ വിളകൾ, അവർ കൃഷി ചെയ്തുണ്ടാക്കിയ സാധനങ്ങളെല്ലാം തന്നെ നശിച്ചുപോയി, കരിഞ്ഞുപോയി. their land became barren land. അവരുടെ ഭൂമി എന്തായി മാറി? തരിശുഭൂമി. ബാരൻ ലാൻഡ് എന്ന് വെച്ചാൽ തരിശുഭൂമി, ഒന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത തരിശുഭൂമിയായിട്ട് മാറി. ഇതാണ് ആഫ്റ്റർ ദ ഡ്രൗട്ട്. അപ്പൊ ഈ ഒരു പിക്ചർ എന്തായിരിക്കും, വരൾച്ചയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, അതാണ് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആക്ടിവിറ്റി 2. അത് നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. അപ്പൊ ഇവിടെ നോക്കൂ, പിക്ചർ തന്നിട്ട് അതിന് ഓരോ സെന്റൻസുകളും കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒന്നാമത്തെ പിക്ചർ നോക്കൂ, എന്താ ചെയ്തിരിക്കുന്നത്? ഒരാള് റോഡ് സൈഡ് വേസ്റ്റ് ഇടുകയാണ് അല്ലെ. ദ മാൻ ഈസ് ഡംപിങ് വേസ്റ്റ് ഓൺ ദ റോഡ്. എവിടെയാണ് വേസ്റ്റ് ഇടുന്നത്? റോഡിലാണ് വേസ്റ്റ് ഇടുന്നത്. ഇങ്ങനെ ചെയ്യാൻ പാടുമോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ, തെറ്റായ ഒരു കാര്യമാണ്. ദ മാൻ ഈസ് ഡംപിങ് വേസ്റ്റ് ഓൺ ദ റോഡ്. അപ്പൊ നമ്മുടെ സെന്റൻസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, സെന്റൻസ് എഴുതുന്നതാണ് നമ്മുടെ ആക്ടിവിറ്റി 3 എന്ന് പറയുന്നത്. അടുത്ത പിക്ചർ, കുട്ടികൾ എന്താ ചെയ്യുന്നത്? ക്ലാപ്പ് ചെയ്യാണ് അല്ലെ. ദ ചിൽഡ്രൻ ആർ ക്ലാപ്പിംഗ് ദെയർ ഹാൻഡ്സ്. കുട്ടികൾ ക്ലാപ്പ് ചെയ്യുന്നു, അവര് ക്ലാപ്പ് ചെയ്യാണ്. അടുത്തത്, നൗ യു മേ ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ വാട്ട് ഈച്ച് ഓഫ് ദം ഈസ് ഓർ ആർ ഡൂയിങ്. അപ്പൊ ഒരാൾ ചെയ്യുന്നതാണ് നമ്മൾ ഇസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ് അത്? ആർ എന്ന് പറഞ്ഞിട്ട് വേണം എഴുതണമെങ്കിൽ. നോക്കി ഇവിടെ നോക്കൂ, ഇവിടെ ഒരാളാണ് വേസ്റ്റ് ഇടുന്നത്. അപ്പൊ നമ്മൾ എന്താ എഴുതി? ദ മാൻ ഇസ് എഴുതി. കാണുന്നില്ലേ നിങ്ങള്? ദ മാൻ ഇസ് ആണ് എഴുതിയിരിക്കുന്നത്, ഒരാളാണ്. പക്ഷെ ഇവിടെ ഒരു കൂട്ടം കുട്ടികളാണ്. അപ്പൊ ഇവിടെ എന്താ എഴുതി? ആർ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. കണ്ടോ? അപ്പൊ ഇവിടെ നോക്കൂ, ഒരാൾ എന്താ ചെയ്യുന്നത്? പെയിന്റ് ചെയ്യാണ് അല്ലെ. ദ മാൻ ഈസ് പെയിന്റിങ് ദ വാൾ. അപ്പൊ ഇവിടെ ഇസ് ആണ്. ഇവിടെ ഒരു പെൺകുട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ചെടി നടുകയാണ് ചെയ്യുന്നത്. ചെടിയാണ് അല്ലെ. അപ്പൊ ഒരു സാപ്ലിംഗ് ആണ് നടന്നത്. ദ ഗേൾ ഈസ് പ്ലാന്റിങ് എ സാപ്ലിംഗ്. അടുത്ത ഒരു കുട്ടി എന്താ ചെയ്യുന്നത്? വേസ്റ്റ് ബിന്നില് ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് അല്ലെങ്കിൽ ബോട്ടിൽ ഡിസ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്തെഴുതാം? The boy is disposing bottle in the bin. നെക്സ്റ്റ്, കുറച്ച് കുട്ടികൾ ഒന്നിച്ച് എന്ത് ചെയ്യാണ്? ഫുട്ബോൾ കളിക്കുകയാണ്. കുറച്ച് ഗേൾസ് ഫുട്ബോൾ കളിക്കുകയാണ്. The girls are playing football. Okay, the girls are playing football. Next, activity 4. അപ്പൊ നമുക്ക് ആക്ടിവിറ്റി 3 എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇസ് മാറും എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സെന്റൻസിൽ ഇസ് മാറും ഉപയോഗിക്കുക എന്നാണ് നമുക്ക് ആക്ടിവിറ്റി 3 നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അടുത്ത ആക്ടിവിറ്റി 4, The Nature Club of Rebecca School has decided to conduct a short film festival on climate change. അപ്പോൾ നമ്മുടെ റെബേക്കയുടെ സ്കൂളിലെ നാച്ചർ ക്ലബ്ബ് എന്തിന് തീരുമാനിച്ചു? നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വിഷയമാക്കിയിട്ട് ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചു. പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഫോർ അനൗൺസ്മെന്റ് ഇൻ ദ മോർണിംഗ് അസംബ്ലി. അപ്പോൾ നമ്മുടെ മോർണിംഗ് അസംബ്ലിയിൽ ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ സ്കൂളിൽ ക്ലൈമറ്റ് ചേഞ്ച് വിഷയമാക്കി ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ പോകുന്നു എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മുടെ മോർണിംഗ് അസംബ്ലിയിൽ, രാവിലത്തെ അസംബ്ലിയിൽ പറയുകയാണ്. അപ്പൊ അതിന് എന്ത് ചെയ്യുക, എങ്ങനെയായിരിക്കും ആ അസംബ്ലിയിൽ അത് പറഞ്ഞിട്ടുണ്ടാവുന്നത്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. നമ്മൾ ഒരു രാവിലെ മോർണിംഗ് അസംബ്ലിയിൽ ആ വിഷയത്തെ കുറിച്ച് പറയുകയാണ്. Good morning all. The Nature Club of our school has decided to conduct a short film festival on climate change on 20th November 2024 at our school auditorium from 10 a.m. to 1 p.m. The chief of the Maasai community, Themba, will inaugurate the fest. All the students are invited to be part of the short film fest, and it's a great opportunity to learn more about climate change and protection of our planet. Morning assembly പറയുന്ന ഒരു announcement ആണ് കേട്ടോ ഇത്. അടുത്ത activity 5, pairs of words that have the same sound but different meanings are given in the bracket. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരേ ശബ്ദം നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരേ സെയിം സൗണ്ടും പക്ഷെ ഡിഫറെന്റ് മീനിങ്ങും വരുന്ന വേർഡ്സ് എന്ന് വെച്ചാൽ എങ്ങനത്തെ വേർഡ്സ് ആണ് പറയുന്നത്? എന്താ പറയുക? റൈമിംഗ് വേർഡ്സ് അല്ലെ. റൈമിംഗ് വേർഡ്സ് അതാണ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ചൂസ് എ റൈറ്റ് വേർഡ് ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. അപ്പൊ അത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കൂ, ഇയർ. ഇത് എങ്ങനെ വായിക്കുക? ആദ്യത്തെ വേർഡ് എങ്ങനെ വായിക്കുക? ഇയർ തന്നെ വായിക്കുക. രണ്ടാമത്തെ വേർഡ് എന്താ വായിക്കുക? ഇയർ. പക്ഷെ സ്പെല്ലിംഗ് വ്യത്യസ്തമാണ്, അതേപോലെ തന്നെ എന്ത് വ്യത്യസ്തമാണ്? മീനിങ്ങും അർത്ഥവും വ്യത്യസ്തമാണ് അല്ലെ. ഈ രണ്ട് വേർഡും ഒരേ സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഒരു സെന്റൻസിൽ നമ്മൾ എന്താണ് ഇയറിന് പകരം ഇയർ, നമ്മളിപ്പോ ഇവിടെ ദിസ് എന്താ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്താ? ദിസ്
we did not get sufficient rain. അപ്പോൾ ഇവിടെ വരേണ്ട ആൻസർ എന്താണ്? ഇയർ ആണ് വരേണ്ടത്. പകരം നമുക്ക് ഈ രണ്ടാമത്തെ വേർഡ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇയർ. ഇത് ചെവി എന്നാണ് അർത്ഥം. ഈ AR ചെവിയാണ് അല്ലെ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ വർഷവും അതുപോലെ നമ്മുടെ ചെവിയും ഒരേ ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരേ സെയിം സൗണ്ട് ആണ് വരിക, പക്ഷെ ഡിഫറെന്റ് മീനിങ് ആണ്, ഡിഫറെന്റ് സ്പെല്ലിങ്ങും ആയിരിക്കും. അപ്പോൾ ദിസ് ഇയർ വി ഡിഡ് നോട്ട് ഗെറ്റ് സഫിഷ്യന്റ് rain. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? ഇയർ, വർഷം. രണ്ടാമത്തെ the boy saw a small dash on the tree trunk. മരത്തിന്റെ ഒരു പൊത്തിനകത്ത് ആ കുട്ടി എന്തോ കണ്ടു. അപ്പൊ എന്താണ് അവിടെ? സ്മോൾ എന്ത് വരും? ഇത് രണ്ടും എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുക? ഹോൾ എന്നാണ് പ്രൊണൗൺസ് ചെയ്യുക കേട്ടോ. ഈ വേർഡും ഹോളാണ്, ഇതും ഹോളാണ്. പക്ഷെ ഫസ്റ്റ് വേർഡിന്റെ അർത്ഥം വെച്ചാൽ മൊത്തം, എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ പറയുന്നതാണ്. മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് വേർഡ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓട്ട എന്ന് ഉദ്ദേശിക്കുന്നത് ഹോള് ഇതാണ്, HOLE ആണ്. സ്മോൾ ഹോൾ. മൂന്നാമത്തെ വി നീഡ് ഡാഷ് ടു ബ്രീത്ത് ഇൻ. നമുക്ക് ബ്രീത്ത് ചെയ്യാൻ എന്ത് വേണം? എയർ വേണം അല്ലെ? ശ്വസിക്കാൻ എന്ത് വേണം? എയർ വേണം. നാലാമത്തെ the country is entering a new dash in development. എന്താണ്? country is entering a new. ഫസ്റ്റ് വൺ നോക്കൂ, ഇത് ഫേസ്, ഇതും ഫേസ് ആണ്. ഫസ്റ്റ് വൺ വെച്ചാൽ ഫേസ് മുഖമാണ്. അപ്പൊ രണ്ടാമത്തെ എന്താ? PHASE എന്ന് വെച്ചാൽ ഘട്ടം, ഓരോ ഘട്ടത്തിലായി എന്നൊക്കെ പറയും മലയാളത്തില്. ഈ ഫേസ് വെച്ചാൽ ഘട്ടം. അപ്പൊ ആൻസർ എന്താ? ഫേസ്, PHASE ആണ്. അഞ്ചാമത്തെ ചോദ്യം the elders decided to dash a letter to the president of Kenya. നമ്മുടെ കെനിയത്തെ പ്രസിഡന്റിലെ ലെറ്റർ എഴുതാൻ തീരുമാനിച്ചു. ലെറ്റർ എഴുതാനാണ് അല്ലെ? അപ്പൊ ഏതാ വരിക? റൈറ്റ്, WRITE ആണ് വരിക. അടുത്തത് ക്ലാസ് റൂം. ലാസ്റ്റ് വൺ the classroom is dash now. ക്ലാസ് റൂം സൈലന്റ് ആയി. അപ്പൊ എന്താണ്? ക്വൈറ്റ് ആണ്. ക്വൈറ്റ്, QUIET, ക്വൈറ്റ്. ഓക്കെ. അടുത്തത് ആറാമത്തെ ചോദ്യം ഹിയർ ഇസ് റബേക്കാസ്. ആറാമത്തെ ആക്ടിവിറ്റി ഹിയർ ഇസ് റബേക്കാസ് റുട്ടൈൻ. റുട്ടൈൻ വെച്ചാൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക അതാണ് പറയുന്നത്. അപ്പൊ ഇവിടെ റബേക്കയാണ് കൊടുത്തിരിക്കുന്നത്. റീഡ് ഇറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ സം ഓഫ് യുവർ റുട്ടൈൻ ആക്ടിവിറ്റീസ്. അപ്പൊ നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അത് നിങ്ങളുടെ ചോദ്യം. ഇതുപോലെ ഇവിടെ റബേക്കയുടെ എഴുതിയിരിക്കുന്നത് എന്താ? റബേക്ക ഗെറ്റ്സ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കും. ഷീ ബ്രഷസ് ഹെർ ടീത്ത്. അവൾ പല്ല് തേക്കും. ഷീ ലേൺസ് ഹെർ ലെസൺസ് റെഗുലർലി. അവൾക്ക് പാഠങ്ങളെല്ലാം നിത്യവും അവൾ പഠിക്കും. അന്നന്നത്തെ പാഠങ്ങൾ അന്നന്ന് പഠിക്കും. ഷീ ഹെൽപ്സ് ഹെർ മദർ ഇൻ കുക്കിംഗ്. അമ്മയെ കുക്ക് ചെയ്യാൻ സഹായിക്കും. ഷീ ഗോസ് ടു ദ ഫാം ആൻഡ് ഫീഡ്സ് ദ അനിമൽ. അവൾ ഫാമിൽ പോയിട്ട് അനിമൽസിനെല്ലാം ഭക്ഷണം കൊടുക്കും. അപ്പൊ ഇത് അവള് ഡെയിലി ചെയ്യുന്ന നമ്മളൊരു റുട്ടീൻ ആണ്. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യാനാ പറയുന്നത്? റീഡ് ഇറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ സം ഓഫ് യുവർ റുട്ടീൻ ആക്ടിവിറ്റി. നിങ്ങളുടെ ഇതേപോലുള്ള റുട്ടീൻ ആക്ടിവിറ്റി, നിങ്ങൾ എന്തൊക്കെയാണ് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ, അങ്ങനെ ഏതെങ്കിലും നിങ്ങളുടെ ഒരു റുട്ടീൻ ആക്ടിവിറ്റി ആണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ, എന്തെങ്കിലും ഒരിക്കൽ ചെയ്യുന്ന കാര്യമല്ല, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. I wake up early in the morning. I brush my teeth and do exercise. പല്ലൊക്കെ തേച്ച് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പോവും. After exercise, take a bath and read newspaper. അപ്പോൾ എക്സസൈസ് കഴിഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യും? ന്യൂസ് പേപ്പർ വായിക്കും. I have breakfast with my family. ഫാമിലിന്റെ കൂടെ ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. After ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് I arrange my school bag and ready to school. സ്കൂൾ ബാഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് സ്കൂളിലേക്ക് റെഡി ആവും. In the evening, I spend some time playing with my friends. വൈകുന്നേരം ആവുന്ന സമയത്ത് കുറച്ച് നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ ടൈം സ്പെൻഡ് ചെയ്യും. I learn my lessons regularly. എൻ്റെ പാഠങ്ങളെല്ലാം ഞാൻ ഡെയിലി പഠിക്കും, അല്ലെങ്കിൽ അന്നന്നത്തെ പാഠങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുമ്പോൾ നല്ല ശീലമാണ് അല്ലേ? ഐ ഹെൽപ്പ് മൈ പാരൻസ് ഇൻ ദ ഹൗസ് ഹോൾഡ് വർക്ക്. അതുപോലെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ ഞാൻ എൻ്റെ പാരൻസിനെ സഹായിക്കും. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ റുട്ടീൻ ആണ് ഇവിടെ എഴുതേണ്ടത്, റുട്ടീൻ ആക്ടിവിറ്റീസ് ആണ് എഴുതേണ്ടത്. ഓക്കെ. അടുത്ത ആക്ടിവിറ്റി 7. ഷാൽ വി ഫോം 2 groups ആൻഡ് പ്ലേ എ വേർഡ് ഗെയിം. അപ്പോൾ 2 ഗ്രൂപ്പായിട്ട് കളിക്കുന്ന ഒരു വേർഡ് ഗെയിം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു ഗെയിം പ്ലേ ചെയ്ത് നോക്കുക. യുവർ ടീച്ചർ വിൽ ഗീവ് നെസസറി ഇൻസ്ട്രക്ഷൻസ്, ആക്ട് അക്കോർഡിംഗ്. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ പറയും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ടീച്ചർ തരും. അതുപോലെ കളിച്ചു നോക്കാനാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാം. ഇവിടെ നോക്കൂ, ഇവിടെ ഷീ ഈസ് പ്ലേയിങ്. ഇവിടെ എന്താ? ഈ കുട്ടീൻ്റെ കയ്യിൽ ഇസ്, ഷീ പ്ലേയിങ്. കണ്ടോ? അപ്പൊ എന്താ? ഇതൊരു സെന്റൻസ് ആണ് അല്ലെ? ഷീ ഈസ് പ്ലേയിങ്, അവള് കളിക്കുന്നു. ഷീ ഈസ് പ്ലേയിങ്. പക്ഷെ ഇവിടെ നോക്കൂ, ഈ രണ്ടാമത്തെ കോളത്തിനകത്ത് നോക്കിക്കേ, ഈ കുട്ടികൾ പിടിച്ചിരിക്കുന്നത് ഈസ് ഷീ പ്ലേയിങ്, അവള് കളിക്കുകയാണോ? അതൊരു ചോദ്യമാണ്. അപ്പൊ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇതൊരു സെന്റൻസ്, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഇവര് ചോദ്യ രൂപത്തിലേക്ക് ആക്കിയിരിക്കുകയാണ് അല്ലെ? അപ്പൊ കൺവേർട്ട് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻടു ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഒരു 5 ചോദ്യങ്ങൾ, 5 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഈ 5 സ്റ്റേറ്റ്മെന്റുകളെയും ചോദ്യ രൂപത്തിലേക്ക് നമ്മൾ മാറ്റണം. അപ്പൊ ഒന്നിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ എന്താണ്? ക്വസ്റ്റ്യൻ രൂപത്തിലേക്കാണ് മാറ്റേണ്ടത്. ഒന്നാമത്തെ they are worried. അതിനെ എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആക്കാൻ പറ്റുക? are they worried? അടുത്തത് B, the world is getting hotter. ചോദ്യം എന്താ? is the world getting hotter? C, it is a big problem for the earth.
Is it a big problem for the earth? D question, Rebecca is happy. Is Rebecca happy? Rebecca സന്തോഷത്തിലാണോ? അടുത്ത ഈ question, they have planted sapling. അവര് സാപ്ലിംഗ് നട്ടു അല്ലെ? സാപ്ലിംഗ് വെച്ചാൽ എന്താ? തൈകൾ. Have they planted sapling? F question എന്താ? Rebecca has written a letter to the president. Has Rebecca written a letter to the president? അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളെ എന്താക്കി മാറ്റി? ചോദ്യങ്ങളാക്കി മാറ്റി, ക്വസ്റ്റ്യൻസ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തു. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നത് എന്നാണ് നമ്മൾ ആക്ടിവിറ്റി 7 നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? നമുക്ക് ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 8. ആക്ടിവിറ്റി 8 കുറച്ച് വലിയ ചോദ്യമാണ്. എന്ത് എഴുതാനാണ്? ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനാണ്. ഒരു പത്രവാർത്ത എഴുതാനാണ് നമ്മുടെ ആക്ടിവിറ്റി 8. അപ്പൊ എല്ലാവർക്കും പത്രവാർത്തയൊക്കെ എഴുതാൻ അറിയാലോ അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാ? മെയിൻ ആയിട്ട് എന്ത് വേണം? ഹെഡിങ് വേണം, ഒരു തലക്കെട്ട്. നമ്മൾ ന്യൂസ് പേപ്പർ ഒക്കെ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എല്ലാ ന്യൂസിലും എന്തുണ്ടാവും? ഒരു ഹെഡിങ് ഉണ്ടാവും അല്ലെ? അപ്പൊ ഹെഡിങ് എഴുതണം. പിന്നെ എന്തെഴുതണം? അത് നടക്കുന്ന സ്ഥലം, എവിടെയാണ് അത് നടക്കുന്നത് എന്നുള്ള സ്ഥലം എഴുതണം. കണ്ടോ, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു സ്ഥലം, എവിടെയാണ് സ്ഥലം എഴുതുന്ന, തീയതി ഉണ്ടെങ്കിൽ തീയതിയും എഴുതണം. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിന്റെ കണ്ടന്റ് എഴുതേണ്ടത്. അപ്പോൾ അതുപോലെ പിക്ചർ ഉണ്ടെങ്കിൽ പിക്ചറും അതിൽ ഉൾപ്പെടുത്താം. Read the following newspaper report about a girl who set out on a mission to save the planet. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആരെ കുറിച്ച്? ഒരു പെൺകുട്ടിയെ കുറിച്ചാണ്. അതായത് നമ്മുടെ പ്ലാനറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടി ഒരു മിഷൻ നടത്തിയ ഒരു പെൺകുട്ടീനെ കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. കുട്ടിയുടെ പേരെന്താ? ഗ്രേറ്റ. എന്താണ് ഹെഡിങ്? എന്താ? ഗ്രേറ്റാസ് ഗ്രേറ്റ് മിഷൻ ടു സേവ് പ്ലാനറ്റ്. എവിടെയാണ് സ്ഥലം? എവിടെയാ? സ്റ്റോക്ക്ഹോം ആണ് അല്ലെ? സ്റ്റോക്ക്ഹോം എന്ന് വെച്ചാൽ നമ്മുടെ സ്വീഡനിലെ എന്താണ് ക്യാപിറ്റൽ ആണ്. സ്വീഡനിലെ ക്യാപിറ്റൽ ആണ് സ്റ്റോക്ക്ഹോം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് കണ്ടന്റ് എന്ന് വായിച്ചു നോക്കാം. എ ഡിഫറently abled young girl won the hearts of millions as she held a placard and sat outside the Swedish parliament here on Monday. Greta Thunberg was promoting the cause of saving the planet from climate change. അപ്പൊ നമ്മുടെ എർത്തിനെ സേവ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ പ്ലാനറ്റിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടി എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു മിഷൻ അല്ലെങ്കിൽ ഒരു മിഷൻ നടത്തിയത്. എന്താ ചെയ്തതെന്ന് വെച്ചാല്, കുട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുട്ടി ഡിഫറently abled ആണ്. എന്ന് വെച്ചാൽ കുട്ടിക്ക് ഒരു അസുഖമുണ്ട്, ഓട്ടിസം ബാധിച്ച കുട്ടിയായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? ഒരു പ്ലക്കാർഡ്, ആ പ്ലക്കാർഡിൽ എഴുതിയതാണ് ഇവിടെ ഉള്ളത്. സേവ് പ്ലാനറ്റ് മറ്റ് എഴുതിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ അത് സ്റ്റോക്ക്ഹോം എന്ന് പറയുന്നത് സ്വീഡനിലെ ക്യാപിറ്റൽ ആണ്. സ്വീഡിഷ് പാർലമെന്റിന്റെ മുന്നിലായിട്ട് ഈ പ്ലക്കാർഡ് പിടിച്ചു നിന്നു. കുട്ടിയുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞിട്ട് ഗ്രേറ്റ തൺബർഗ് ആണ്. വാസ് പ്രൊമോട്ടിംഗ് ദ കോസ് ഓഫ് സേവിംഗ് ദ പ്ലാനറ്റ് ഫ്രം ക്ലൈമറ്റ് ചേഞ്ച്. അപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ? കാലാവസ്ഥ വ്യതിയാനം. അപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്ന് നമ്മുടെ പ്ലാനറ്റിനെ സേവ് ചെയ്യണം എന്നായിരുന്നു മെയിൻ ആയിട്ടുള്ള അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. Diagnosed with the autism spectrum disorder at a tender age, she was undeterred, took up campaign and set along to promote the cause. അപ്പോൾ അവർക്ക് ഈ അസുഖം ബാധിച്ചത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആയിരുന്നു. അവർക്ക് ബാധിച്ചത് വളരെ ടെൻഡർ ഏജ്, വളരെ ചെറുപ്പത്തിൽ തന്നെ ബാധിച്ചതായിരുന്നു. പക്ഷെ അവർ ഒട്ടും തന്നെ തളരാതെ എന്ത് ചെയ്യണമെങ്കിൽ ഒരു ക്യാമ്പയിന് മുന്നിട്ട് ഇറങ്ങി. Greta proved how she could make a big difference to this campaign. Noted a local television channel that beamed the event live. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ലൈവായിട്ട് പല ലോക്കൽ ടെലിവിഷൻ ചാനലിലും വന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ആ സംഭവത്തിന്റെ ഒരു ചെറിയൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതാൻ പറയുന്നത് എന്താ? The Eco Club in your school planted saplings on the school premises and distributed saplings to the students on World Environment Day. A rally was also held to make the people aware of the need to conserve water. A program was inaugurated by the World Ward member prepare a news report. അപ്പോൾ നമ്മുടെ എക്കോ ക്ലബ്ബ് നമ്മുടെ സ്കൂളിൽ എന്ത് ചെയ്യണം? നമ്മുടെ സ്കൂളിലെ ചുറ്റുപാടും തൈകളൊക്കെ നടാനും അതേപോലെ തന്നെ കുട്ടികൾക്ക് സാപ്ലിങ്സ് തൈകൾ വിതരണം ചെയ്യാനും തീരുമാനിച്ചു. അതുപോലെ നമ്മുടെ വേൾഡ് എൻവയോൺമെന്റ് ഡേയുമായി ബന്ധപ്പെട്ട് റാലിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ റാലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു നീഡ്, അല്ലെങ്കിൽ എന്തിനാ റാലി നടത്തുന്നത് വെച്ചാൽ അവെയർ ചെയ്യാൻ പീപ്പിൾസിനെ, ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര വെള്ളം നമ്മുടെ വാട്ടർ കൺസർവേഷനെ കുറിച്ച് പറഞ്ഞിട്ടാണ് റാലി നടത്തുന്നത്. അപ്പൊ അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്, പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത് ആരാണ്? വാർഡ് മെമ്പറാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, വാർഡ് മെമ്പറാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് അപ്പൊ എന്ത് ചെയ്യണം? എഴുതേണ്ടത് എന്തൊക്കെയാണ് എഴുതേണ്ടത്? നമ്മുടെ ഈ സംഭവം എഴുതണം അല്ലേ? അതായത് ഹെഡിങ് എഴുതണം,
നമ്മുടെ സ്കൂളിൽ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്കൂളിന്റെ പേരാണ് എഴുതേണ്ടത്. നമ്മൾ അല്ലെങ്കിൽ ഏത് സ്കൂളാണ് ആ സ്കൂളിന്റെ പേര് എഴുതാം. ഇവിടെ XYZ സ്കൂൾ സെലിബ്രേറ്റഡ് വേൾഡ് എൻവറോൺമെന്റ് ഡേ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതൊക്കെ നടത്തി ആര് ഇനാഗുറേറ്റ് ചെയ്തു എന്നാ പറയുന്നത്? വാർഡ് മെമ്പർ ആണ് ഇനാഗുറേറ്റ് ചെയ്തത് അല്ലേ. അപ്പൊ ഒരു സ്ഥലം നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ സ്ഥലം കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. The Eco Club of XYZ School celebrated World Environment Day, conducting various activities at school. അങ്ങനെ പലതരത്തിലുള്ള പരിപാടികൾ വേൾഡ് എൻവറോൺമെന്റ് ഡേയുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടന്നു. Club conducted awareness program to protect environment. The program was inaugurated by the ward member. As part of this campaign, they planted saplings on the school premises. അപ്പോൾ ഇതോട് ബന്ധപ്പെട്ടത് വേൾഡ് എൻവറോൺമെന്റ് ഡേയുമായി ബന്ധപ്പെട്ട് സ്കൂളിന് ചുറ്റുപാടും എന്ത് നട്ടു? ഒരുപാട് തൈകളൊക്കെ നട്ടു. അതുപോലെ സ്റ്റുഡൻസിനൊക്കെ സാപ്ലിങ്സ് വിതരണം ചെയ്തു. After this a rally was also held to make the people aware of the need to conserve water. അപ്പോൾ ആ പരിപാടികൾക്ക് ശേഷം ഒരു ചെറിയൊരു റാലി നടത്തി. ആ റാലിന്റെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് എന്തായിരുന്നു? പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? പീപ്പിൾസ് എല്ലാ ആൾക്കാരെയും ബോധവൽക്കരിക്കാൻ, വെള്ളം സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ട്, എന്താണ് വാട്ടർ കൺസർവേഷനെ കുറിച്ചിട്ട് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു റാലിയും നടത്തി. ഒരു ചെറിയൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതേണ്ടത്. മെയിൻ ആയിട്ട് എന്ത് വേണം? ഹെഡിങ് വേണം, അതുപോലെ സ്ഥലം വേണം, പിന്നെ എന്ത് വേണം? ഡേറ്റും, പിന്നെ അതിൽ കണ്ടന്റും എഴുതിയിരിക്കണം. ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും അല്ലെ, എന്താണ് കണ്ടന്റ് എന്നൊക്കെ ചോദ്യത്തിൽ തന്നെ ഉണ്ടാവും. നെക്സ്റ്റ് 9ാമത്തെ ആക്ടിവിറ്റി. Given below is a placard related to the global warming. Prepare another one about forest conservation. You may make more placards. അപ്പോൾ ഇവിടെ പ്ലക്കാർഡ് ആണ് എഴുതാൻ പറയുന്നത്. അപ്പോൾ ഒന്നിവിടെ എഴുതിയിട്ടുണ്ട് ഒരു പ്ലക്കാർഡ് ഗ്ലോബൽ വാർമിംഗ്. given below a placard related to global warming നെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഒരു പ്ലക്കാർഡ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതാൻ പറയുന്നത് എന്തിന്റെ പ്ലക്കാർഡ് എഴുതാൻ പറയുന്നത്? ഫോറസ്റ്റ് കൺസർവേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് വനങ്ങളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു പ്ലക്കാർഡാണ് എഴുതേണ്ടത്. ഇതുപോലെയുള്ള പ്ലക്കാർഡുകൾ കൂടുതൽ എഴുതി ചേർക്കാനും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്ലക്കാർഡ് ആദ്യം എഴുതാം. അപ്പോൾ എന്തിനെ കുറിച്ച് നമുക്ക് എഴുതേണ്ടത്? ഫോറസ്റ്റ് കൺസർവേഷൻ ട്ടോ. സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ. എന്താ ഡീഫോറസ്റ്റേഷൻ എന്ന് വെച്ചാൽ വനങ്ങളൊക്കെ നശിപ്പിക്കുന്നത് അല്ലെ, വെട്ടി നശിപ്പിക്കുന്നത്. സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ, സേവ് ദ ഫോറസ്റ്റ്, സേവ് ദ ലൈഫ്. എന്നിട്ട് എന്ത് ചെയ്യാം? പ്ലക്കാർഡൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കണ്ടന്റ് എഴുതിയിട്ട്, വിഷയം എന്താണെന്ന് എഴുതിയിട്ട്, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പാരഗ്രാഫ് ആയിട്ടൊന്നും പ്ലക്കാർഡിൽ എഴുതാൻ പാടില്ല. അത് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ കണ്ടോ. നമുക്ക് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, എർത്ത് ആൻഡ് സേവിന് കണ്ടോ, ആ ഒരു കണ്ടന്റ് കൊടുത്തു, പിക്ചർ വരച്ചു. അതേപോലെ എന്ത് ചെയ്യും? വിഷയം എഴുതിയിട്ട് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കാം. അടുത്തത് ഇതുപോലുള്ള പ്ലക്കാർഡുകൾ എഴുതി ചേർക്കാൻ പറയുന്നത്. വേറെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് പ്രൊട്ടക്ട് ഫോറസ്റ്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ. അപ്പൊ അടുത്ത തലമുറയ്ക്കായി ഫോറസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം? ഇതുപോലെ പ്ലക്കാർഡുകൾ എഴുതിയിട്ട് ഒപ്പം തന്നെ അതിനുള്ളിൽ ചിത്രങ്ങളും വരയ്ക്കുക. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 10. നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി എത്തിയിരിക്കുകയാണ്, 10ാമത്തെ ആക്ടിവിറ്റി. ലുക്ക് അറ്റ് ദ വേർഡ്സ് അണ്ടർലൈൻഡ്. അപ്പൊ ഇവിടെ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ശ്രദ്ധിക്കുക. റെബേക്ക ഹാഡ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. There was an apple tree in the garden. Complete the following passage using a, an, or the. അതായത് എയോ അല്ലെങ്കിൽ എൻ, ദ, ഈ 3 വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ചെയ്താലോ? ഇത് ആര് സംസാരിക്കുന്നത്? ആപ്പിൾ ട്രീ സംസാരിക്കുന്ന രൂപത്തിലാണ് കേട്ടോ. ഹലോ ചിൽഡ്രൻ, ഹൗ ആർ യു? കുട്ടികളോട് ചോദിക്കുകയാണ്, സുഖമല്ലേ? I am ഡാഷ് ആപ്പിൾ ട്രീ ഇൻ റെബേക്കാസ് ഗാർഡൻ. റെബേക്കയുടെ ഗാർഡനിലുള്ള ഒരു ആപ്പിൾ ട്രീ ആണ് ഞാൻ. അപ്പൊ ഇവിടെ എന്താ? ആപ്പിൾ. അപ്പൊ ആപ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് എഴുതണം? അൻ എഴുതണം. ഓക്കെ, അതായത് AEIOU വൊവൽസ് ആണ് അല്ലെ. പിന്നെ തൊട്ട് മുമ്പ് നമ്മൾ എന്താ എഴുതേണ്ടത്? അൻ ആണ് എഴുതേണ്ടത്. അൻ ആപ്പിൾ ട്രീ എന്നാണ് എഴുതേണ്ടത്. ഹാവ് യു ഗോട്ട് ഇനഫ് റെയിൻ ദിസ് ഇയർ? I think the answer is no. What may be the reason? People are cutting us down. പീപ്പിൾസ് എന്ത് ചെയ്യുന്നു? മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു. We help in bringing rain. മഴ വരാൻ കാരണം ഞങ്ങളാണ്. We give you fruits, flowers and fresh air. ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഫ്രൂട്ട്സും ഫ്ലവേഴ്സും ഫ്രഷ് എയർ ഒക്കെ നൽകുന്നു. So don't cut us down. അതുകൊണ്ട് ഞങ്ങളെ വെട്ടി നശിപ്പിക്കരുത്. I can stand like an umbrella to protect you. ഞാനൊരു അംബ്രല പോലെ, ഒരു കുട പോലെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഫ്രം എവിടെ നിന്നാണ്? ഫ്രം ദ ഹോട്ട് സൺ, സൂര്യന്റെ ചൂടിൽ നിന്നും അല്ലെ. if you plant more saplings, I shall give you lots of apples. നിങ്ങൾ ഒരുപാട് സാപ്ലിങ്സ് നട്ടാൽ, ഒരുപാട് തൈകൾ നട്ടാൽ ഞാൻ ഒരുപാട് ആപ്പിൾസ് നൽകാം. when we plant a sapling, we are planting hope. നമ്മൾ ഒരു സാപ്ലിങ് നടുമ്പോൾ, ഒരു തൈ നടുമ്പോൾ ഒപ്പം തന്നെ ഒരു പ്രതീക്ഷ കൂടിയാണ് അല്ലെ, ഒപ്പം തന്നെ ഒരു പ്രതീക്ഷ കൂടിയാണ് നടുന്നത്, നാളേക്കുള്ള ഒരു പ്രതീക്ഷ. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എയും എന്നും ദായും യൂസ് ചെയ്തിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് ആർട്ടിക്കിൾസ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. എയും എന്നും ദായും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ
മൂന്നാമത്തെ യൂണിറ്റ് നമ്മുടെ റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്നുള്ള ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസ് 10 ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആക്ടിവിറ്റീസ് മനസ്സിലായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്